Hi students, welcome to the video. So in this session we will discuss JEE Main JEE Main first session 31st January morning session paper questions comparatively questions questions twisted confusing question exactly doubt so we'll directly move on to the questions. Question given below are two statements. Statement 1, noble gases have very high boiling points. Statement 2, noble gases are monoatomic gases. They are held together by strong dispersion forces. Because of this, they are liquefied at very low temperatures. Hence, they have very high boiling points. Two statements it is about noble gases. But noble gas monoatomic gases they won't form molecules. They are monoatomic gases. Any helium or neon intermolecular attraction force noble gas noble gas intermolecular attraction force is very weak London force weak dispersion force noble gases അതുകൊണ്ട് നോബിൾ ഗ്യാസിൽ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നോബിൾ ഗ്യാസസ് ഹാവ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. അതേപോലെ ദേ ആർ ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഡിസ്പേർഷൻ ഫോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ സ്ട്രോങ് ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്, പക്ഷെ അത് വളരെ വീക്ക് ആയിട്ടുള്ള ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അത് വീക്കാണ്. സോ statement 2 is also incorrect. So, the question answer is both statement 1 and statement 2 are false. Option 4 is the answer. Question. So, it's from equilibrium. Equilibrium chapter is a simple question. For the given reaction, choose the correct expression of Kc from the following. So, we have a reaction. It is basically ferric ion thiocyanate ion reaction. Ferric thiocyanate reaction. So, we have തന്നിരിക്കുന്ന ഈ ഒരു റിയാക്ഷൻ വെച്ച് നമ്മൾ ഇതിൻ്റെ കെ സിയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ, സോ കെ സിയുടെ എക്സ്പ്രഷൻ്റെ നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രൊഡക്റ്റ് ആണ് അല്ലേ. ഈ ന്യൂമറേറ്ററിൽ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FeSCN ബേസിക്കലി ഇങ്ങനെ ഇടണം 2+ അല്ലേ, ഇങ്ങനെയാണ്. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് FeSCN 2+. This is the concentration of product divided by ഇനി ഡിനോമിനേറ്ററിൽ വരേണ്ടത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ. നമുക്ക് ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കോൺസെൻട്രേഷൻ ഏതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ സെയിം ഫേസിലാണ് അല്ലേ. ഇത് അക്വസ് ഇത് അക്വസ് ഇത് അക്വസ് ഹൊമോജിനസ് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം ആണ്. അപ്പം നമ്മൾ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അവിടെ എഴുതണം. അപ്പോൾ Fe3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SCN- അല്ലേ. ഇതാണ് ഇതിൻ്റെ കെ സിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ FeSCN 2+, ആക്ച്വലി ഇവിടെ ഒരു ബ്രാക്കറ്റ് വേണം, ഈ രീതിയിലൊരു ബ്രാക്കറ്റ് വേണം, അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. ഒരു ബ്രാക്കറ്റ് അവിടെ ഇടണം. FeSCN 2+ divided by concentration of Fe3+ into concentration of SCN-. So ഇതിൻ്റെ ആൻസർ is option 1. Option 1 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മിക്സ്ചർ ദാറ്റ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റാവുൾസ് ലോ. അപ്പോൾ റാവുൾസ് ലോന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ലിക്വിഡ് മിക്സ്ചർ ഏതൊക്കെയാണെന്നാണ്. ആദ്യത്തെ വന്നത് അസറ്റോണും അനിലീനുമാണ് അല്ലേ. അസറ്റോൺ ആൻഡ് അനിലീൻ ഒരു ഒരു കാർബോണിൽ കോമ്പൗണ്ടും ഒരു ബേസുമാണ് അല്ല. അനിലീൻ ഇസ് അമീൻ അല്ല, അമീനാണ്. ദേ വിൽ റിയാക്ട്. ആക്ച്വലി അവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ the number of particles will decrease അല്ലേ. അപ്പോൾ എന്തായാലും അവിടെ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. എഫക്റ്റീവ് വേപ്പർ പ്രഷർ വിൽ ഡിക്രീസ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും ഏത്, അസറ്റോൺ ആൻഡ് അനിലീൻ. അതുപോലെ തന്നെ രണ്ടാമത്തത് ക്ലോറോഫോം ആൻഡ് ബെൻസീൻ. അപ്പോൾ ഈ ക്ലോറോഫോം ആൻഡ് ബെൻസീൻ ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങൾക്ക്, ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ക്ലോറോഫോം ആൻഡ് ബെൻസീൻ്റെ പ്രത്യേകത, നമ്മൾ ക്ലോറോഫോം ഇൻഡിവിജ്വലി എടുക്കുന്ന സമയത്ത് അവർ ക്ലോറോഫോമിലെ മോളിക്യൂൾ തമ്മിൽ വളരെ
കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്ക് ആയിട്ടുള്ള ഡൈപോൾ അട്രാക്ഷൻ ഫോഴ്സ് ആണ് മോളിക്യൂൾസ് ഓഫ് ക്ലോറോഫോം തമ്മിൽ ഉണ്ടാകുന്നത്. അതേസമയം ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീനിലുള്ളത് ഒരു വാൻഡർവാൾസ് ഫോഴ്സ് ആണ്. അത് നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂളാണ്. അപ്പോൾ ഒരു നോൺ പോളാർ മോളിക്യൂളും ഒരു പോളാർ മോളിക്യൂളും ആണ്. ബട്ട് നമ്മൾ ഇവരെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൻ വി മിക്സ് ക്ലോറോഫോം ആൻഡ് ബെൻസീൻ, ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫോമിൽ ഒരു പ്രത്യേകത, ക്ലോറോഫോമിലെ ഹൈഡ്രജൻ ഇച്ചിരി പോസിറ്റീവ് ചാർജ് കൂടുതലുള്ള ഒരു ഹൈഡ്രജൻ ആണ് ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺ വിഡ്രോയിങ് CCl3 ഗ്രൂപ്പ് അല്ലെ. ആ CCl3 ഗ്രൂപ്പിന്റെ -I എഫക്ട് കാരണം ഈ Hന് പോസിറ്റീവ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി പോളാർ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആണ് ക്ലോറോഫോം. നമ്മൾ ഒരു എക്സെപ്ഷൻ ഒക്കെ പഠിച്ചു, ക്ലോറോഫോം അസറ്റോണും മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രജന് ഇറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഈവൻ ഇൻ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് അസറ്റോൺ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നത് ക്ലോറോഫോമിന്റെ കൂടെ ബെൻസീൻ ആണ്. അപ്പോൾ ബെൻസീൻ്റെ പ്രത്യേകത, ബെൻസീനിൽ ദർ ഇസ് എ പൈലക്ട്രോൺ ക്ലൗഡ് അല്ലേ, ഒരു പൈലക്ട്രോൺ ക്ലൗഡ് ഉണ്ട് ബെൻസീനിൽ. അപ്പോൾ ഈ പൈലക്ട്രോൺ ക്ലൗഡ് ബെൻസീൻ്റെ പ്ലെയിൻ്റെ അബവ് ആൻഡ് ബിലോ ദർ ഇസ് എ പൈലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ഈ ഒരു പൈലക്ട്രോൺ ക്ലൗഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസും ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഹൈഡ്രജനും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അതായത് പൈലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിലബസിൻ്റെ ബിയോണ്ട് ദ സിലബസ് വരുന്നൊരു സ്കോപ്പ് ഓഫ് ദ സിലബസ് വരുന്നൊരു കാര്യമാണ്. അപ്പം അത് നമ്മൾ എക്സാമ്പിളായിട്ട് അങ്ങനെ NCERT ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കണം. ബെൻസീനും ക്ലോറോഫോമും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് പോസിറ്റീവ്ലി ചാർജ് ഹൈഡ്രജൻ ആൻഡ് ദ പൈലക്ട്രോൺ ക്ലൗഡ് ഓഫ് ബെൻസീൻ. അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ കാരണം ദിസ് liquid mixture form a negative deviation solution. Okay, solution with negative deviation ആയിരിക്കും. പിന്നെ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അസറ്റോണിലെ ഓക്സിജന് ക്ലോറോഫോമിലെ ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പുതുതായിട്ട് ഒരു സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് വിൽ ഫോം എ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. പിന്നെയുള്ളത് ഈ അസറ്റോണും കാർബൺ ഡൈ സൾഫൈഡുമാണ്. ആൻഡ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ് ഇത് നമ്മൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ്. അസറ്റോൺ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നമ്മൾ അസറ്റോണിൻ്റെ ഇന്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ ഒക്കെ ഈ കാർബൺ ഡൈ സൾഫൈഡ് വരുന്ന സമയത്ത് വീക്ക് ആവും. അപ്പോൾ രണ്ടിലെയും ഇന്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ വീക്ക് ആവുന്നത് കൊണ്ട് തന്നെ മോർ മോളിക്യൂൾ വിൽ ഗോ ടു ദ വേപ്പർ ഫേസ് ആൻഡ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ വിൽ be greater than that expected from the Raoult's law. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 ആയിരിക്കും, അസറ്റോൺ ആൻഡ് കാർബൺ ഡൈ സൾഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, the compound that is white in color is ammonium sulfide, lead sulfate, lead iodide, ammonium arsenomolybdate ആണ്. അപ്പോൾ ഇതിൽ ലെഡ് സൾഫേറ്റ് ഒഴികെ ബാക്കി എല്ലാത്തിനും യെല്ലോ കളറാണ്. അമോണിയം സൾഫൈഡ് ആണെങ്കിലും ലെഡ് അയോഡൈഡ് ആണെങ്കിലും അമോണിയം ആർസനോമോളിബ്ഡേറ്റ് ആണെങ്കിൽ എല്ലാത്തിനും യെല്ലോ കളറാണ്. ഇതിൽ യെല്ലോ കളർ അല്ലാത്ത ഒരേ ഒരാൾ ലെഡ് സൾഫേറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് വൈറ്റ് ഇൻ കളർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇസ് അഗെയിൻ ഓപ്ഷൻ 2 ആണ്, ഇറ്റ് ഇസ് ലെഡ് സൾഫേറ്റ്. അടുത്തത്, the metal that are employed in the battery industries are, ബാറ്ററി ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് വെച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ബാറ്ററി, ഒന്ന് നിക്കൽ കാഡ്മിയം ബാറ്ററി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിക്കൽ കാഡ്മിയം ബാറ്ററി. അപ്പം നിക്കലും കാഡ്മിയം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്കധികം പിന്നെ ഒന്ന് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എലിമെന്റ്, നമ്മുടെ ഇലക്ട്രോഡ് ഏതാണെന്നല്ല ചോദിച്ചേക്കണേ, ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് ഏതാണെന്നാണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെറ്റൽ ഇസ് മാംഗനീസ് അല്ലേ. നമ്മൾ ഇപ്പോൾ ഇലക്ട്രോളജി സെല്ലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മാംഗനീസ് MnO2 ആണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ മാംഗനീസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ബാറ്ററി ഇൻഡസ്ട്രി. പിന്നെ നമ്മൾ ഈ അയേണും ക്രോമിയം ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ്, നിക്കൽ, കാഡ്മിയം ആൻഡ് മാംഗനീസ്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ B, C and E. B, C and E only. So correct answer is option 1 ആണെന്ന് തോന്നുന്നു, ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, a species having carbon with sextet of electron and can act as electrophile is called. അപ്പോൾ സെക്സ്റ്റെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് വരുന്നതിനെയാണ് സെക്സ്റ്റെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നേക്കുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഫ്രീ റാഡിക്കൽ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കാർബൺ ഫ്രീ റാഡിക്കൽ, സിമ്പിൾ ആയിട്ടുള്ള കാർബൺ ഫ്രീ റാഡിക്കൽ എഴുതുകയാണെങ്കിൽ മിഥൈൽ ഫ്രീ റാഡിക്കൽ എഴുതാം. ഇതാണ് കാർബൺ ഒരു ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ
ചുറ്റിലും ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, 6. പിന്നെ ഈ ഒരു ഇലക്ട്രോൺ, ടോട്ടൽ 7 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ, 7 ഇലക്ട്രോൺസ്. അപ്പോൾ 7 ഇലക്ട്രോൺ എന്ന് പറയുന്നത് സെക്സ്റ്ററ്റ് ആണ്, സെക്സ്റ്ററ്റ് അല്ല സെപ്റ്ററ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് സെക്സ്റ്ററ്റ് മതി അല്ലേ. അടുത്തത് കാർബാനയോൺ. സോ കാർബാനയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ വന്ന് നെഗറ്റീവ് ചാർജ് വരുന്നതിനെയാണ് നമ്മൾ കാർബാനയോൺ എന്ന് വിളിക്കുക അല്ലേ. സോ ദിസ് ഈസ് എ കാർബാനയോൺ. അപ്പോൾ കാർബാനയോണിൽ നോക്കിക്കഴിഞ്ഞാൽ 2, 4, 6, 8 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസിൽ ഉണ്ടാവുക. കാർബാനയോണിൻ്റെ പ്രത്യേകതയാണ് കാർബാനയോൺ ഹാവ് ഒക്ടെറ്റ്, ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ ഉള്ളത് കാർബോ കാറ്റയോൺ. സോ കാർബോ കാറ്റയോൺ ഇതാണ് കാർബോ കാറ്റയോൺ. അപ്പോൾ കാർബോ കാറ്റയോണിൻ്റെ വാലൻസ് ഷെൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2, 4, 2, 6 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം കാർബോ കാറ്റയോണിൽ സെക്സ്റ്ററ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. പിന്നെ അത് പെൻറ്റാവാലൻ കാർബൺ. പെൻറ്റാവാലൻ കാർബൺ അങ്ങനെ ഒരു സംഭവം തന്നെ പോസിബിൾ അല്ല, കാരണം കാർബണിന് മാക്സിമം 4 ബോണ്ടുകൾ മാത്രമേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പെൻറ്റാവാലൻ കാർബൺ ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 ഇലക്ട്രോൺസ് എങ്കിലും അതിൻ്റെ വാലൻസ് ഷെല്ലിൽ വരേണ്ടതാണ്. അങ്ങനെ ഒരു സാധനം പോസിബിൾ അല്ല. കാർബണിന് ടെട്രാ വാലൻസി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആണ്, ഇറ്റ് ഈസ് കാർബോ കാറ്റയോൺ അല്ലേ. കാർബോ കാറ്റയോണിലാണ് സെക്സ്റ്ററ്റ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the factor from the following that does not affect electrolytic conductance of a solution. അതായത് the factor which does not affect the electrolytic conductance of a solution ആണ്. നമുക്ക് ഓപ്ഷൻസ്, this is so very direct question. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡഡ് അല്ലേ, നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഒബ്വിയസ്ലി അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നമുക്കറിയാം ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും എടുത്തു കഴിഞ്ഞാൽ ഒരു ഗിവൺ പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനായിരിക്കും മോളാർ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടൻസ് കൂടുതലുണ്ടാവുക, കാരണം ദേ വിൽ പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ്, നമ്മളത് ചോദിച്ചേക്കുന്നത് കണ്ടക്റ്റീവ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ഇലക്ട്രോലൈറ്റ് കാണിക്കുന്ന പോലത്തെ കണ്ടക്ടൻസ് ആയിരിക്കത്തില്ല വേറൊരു ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് കാണിക്കുന്ന പോലത്തെ കണ്ടക്ടൻസ് ആയിരിക്കില്ല അസിറ്റിക് ആസിഡ് കാണിക്കുന്നത്, അതുപോലത്തെ കണ്ടക്ടൻസ് ആയിരിക്കില്ല HCl കാണിക്കുന്നത്. സോ ഇലക്ട്രോലൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ദർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് വിൽ ചേഞ്ച്. സോ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്. ഇലക്ട്രോഡ് ഇപ്പോൾ നമ്മളിപ്പം ഒരു ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഇലക്ട്രോഡാണോ ഉപയോഗിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടൻസ് ഒരിക്കലും ഇലക്ട്രോഡിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതായിരിക്കും ആൻസർ. മൂന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലെ നമ്പർ ഓഫ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ വിൽ ചേഞ്ച്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് മാറുന്നതിന്, അയോൺസ് ആണല്ലോ കണ്ടക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് കണ്ടക്ടൻസ് ഓൾസോ വിൽ ചേഞ്ച്. സോ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ദ നേച്ചർ ഓഫ് സോൾവെൻറ്റ് യൂസ്ഡ്. ഏത് സോൾവെൻറ്റിലാണ് ഇപ്പം ഹൈ ഡയലക്ട്രിക് ഭയങ്കര വിസ്കസ് ആയിട്ടുള്ളൊരു സോൾവെൻ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അയോൺസിൻ്റെ മൊബിലിറ്റി കുറവായിരിക്കും. വളരെ വിസ്കോസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ലെസ് വിസ്കസ് ആയിട്ടുള്ള സോൾവെൻറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയോൺസിന് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് കണ്ടക്ടൻസ് വിൽ ചേഞ്ച് അല്ലേ, കണ്ടക്ടൻസ് കൂടും. മൊബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടൻസ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, that is nature of electrode used ആണ്. Okay, nature of electrode used. The product C in the below mentioned reaction, നമുക്ക് ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നോക്കാം. തന്നിരിക്കുന്നത് പ്രൊപ്പൈൽ ബ്രോമൈഡ് ആണ്, CH3 CH2 CH2Br. ഇപ്പോൾ പ്രൊപ്പൈൽ ബ്രോമൈഡിനെ നമ്മൾ ആൽക്കഹോളിക് KOH വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ ആൽക്കഹോളിക് KOH നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡീഹൈഡ്രോ ഹാലോജനേഷൻ ഉള്ള റിയേജൻ്റ് ആണ്. ഇറ്റ്സ് എ വെരി സ്ട്രോങ് ബേസ്. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജനേഷൻ നടക്കും. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണിൽ നിന്ന് ഹാലോജനും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ബീറ്റ എലിമിനേഷൻ ആണല്ലേ. അപ്പോൾ ബീറ്റ കാർബണിൽ നിന്ന് ഹൈഡ്രജനും പോവും. എന്നിട്ട് ആ 2 കാർബണും തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പം വിൽ ബി ഗെറ്റിംഗ് അൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ, പ്രൊപ്പ് 1 അല്ലേ, പ്രൊപ്പ് 1 ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇറ്റ്സ് അൺസിമെട്രിക്കൽ ആൽക്കീൻ. അപ്പോൾ ആ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ നമ്മളൊരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ് ആഡ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പിൽ, HBr അല്ലേ. An unsymmetrical reagent to an unsymmetrical alkene. Remember, we have to follow Markovnikov addition rule അല്ലേ. Markovnikov addition rule ഒരു ആൽക്കീൻ്റെ reaction with HBr, it is an addition reaction, it is electrophilic addition reaction. അപ്പോൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് Markovnikov rule. So the positive part of the reagent will go to the carbon with more number of hydrogen and negative part of the reagent will go to the carbon with less number of hydrogen. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെയും വരും, Br നടുക്കിലും വരും. So CH3
CHBr CH3 2 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോളിക് KOH ആണ് തന്നേക്കുന്നത്. സോ ആൽക്കഹോളിക് KOH എന്തിനുള്ള റിയേജൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്ന റിയേജൻ്റ് ആണ്. നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡിന് ഇറ്റ് ഇസ് aqueous KOH. Last reagent is aqueous KOH. So alcoholic KOH നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. That is for dehydrohalogenation. It is a very strong base. As aqueous KOH ന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is for nucleophilic substitution reaction ആണ്. It will provide a very good nucleophile. അതായത് OH മൈനസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈൽ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അക്വസ് KOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. ബ്രോമിൻ പോയിട്ട് അവിടെ OH മൈനസ് വരും. സോ ദ പ്രോഡക്റ്റ് ഇസ് CH3 CHOH CH3. സോ പ്രോഡക്റ്റ് ഇസ് പ്രൊപ്പാൻ 2-ol ആയിരിക്കും, അല്ലെങ്കിൽ 2 പ്രൊപ്പനോൾ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പ്രൊപ്പാൻ 2-ol. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled as assertion reason. Assertion: alcohol react both as nucleophiles and electrophiles. നമ്മുടെ NCERT വായിച്ച ആൾക്കറിയാം, ഒരു NCERT കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആൽക്കഹോൾസ് റിയാക്ട് ബോത്ത് ആസ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ഇലക്ട്രോ. വൈ ഇറ്റ് ഈസ് സോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ CH3 CH2OH അല്ലേ, ഇങ്ങനൊരു ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾ ആണ് വിത്ത് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ അല്ലേ. ഓക്സിജൻ്റെ മുകളിൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന് ഇപ്പം ഈ ഒരു പാർട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇതൊരു പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ് അല്ലെ, കാർബൺ ആണ്. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോണിനെ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിപ്പം ഒരു ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും, ഈ കാർബണിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ന്യൂക്ലിയോഫൈൽ ആ കാർബണിൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബണ് ഇതുകൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ പറയുമ്പം ആൽക്കഹോൾ എന്തായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ആൽക്കഹോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനെ എടുക്കുകയാണ് അല്ലേ. സോ ഇറ്റ് ഇസ് ആക്ടിങ് ആസ് എൻ ഇലക്ട്രോഫൈൽ അല്ലേ. അപ്പോൾ ഈ കാർബണുമായിട്ടാണ് ഈ കാർബണാണ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേർ alcohol is acting as an electrophile because it is reacting with an negatively charged species. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഓക്സിജൻ നമ്മളിപ്പോൾ ഒരു വെരി സ്ട്രോങ് ബേസ് എടുക്കുന്നു. വെരി സ്ട്രോങ് ബേസ് ആണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും, അത് H+നെ അബ്സ്ട്രാക്ട് ചെയ്യും അല്ലെ. അത് H+നെ അബ്സ്ട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് H+നെ ഡൊണേറ്റ് ചെയ്യും. അതാണ് വേറൊരു ആൽക്കഹോളിൻ്റെ റിയാക്ഷൻ. ഇനി നോക്കി ഈ ഓക്സിജൻ്റെ മുകളിൽ എന്തുണ്ട്, ഈ ഓക്സിജൻ്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ഓക്സിജന് ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും, ഈ H+ഉമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും അല്ലേ. H+നെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഓക്സിജൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ H+. അപ്പോൾ ഇതൊരു ഇലക്ട്രോഫൈലാണ്. H+ ഈസ് എൻ ഇലക്ട്രോഫൈൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽക്കഹോൾ എന്തായിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത്, ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ് സ്പീഷീസിനോടും റിയാക്ട് ചെയ്യും, നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും റിയാക്ട് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ഇലക്ട്രോഫൈൽ ആൻഡ് എ ന്യൂക്ലിയോഫൈൽ. സോ അസേർഷൻ A ഈസ് കറക്റ്റ്. ഇനി റീസൺ പറഞ്ഞേക്കുന്നത് ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അലുമിനിയം ടു yield corresponding alkoxide and liberate hydrogen. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ വെരി സ്ട്രോങ് ബേസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അലുമിനിയം ടു yield corresponding alkoxide and liberate ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരിക്കലും ആൽക്കഹോളിന് വെരി സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽസുമായിട്ടൊക്കെ ആയിട്ട് മാത്രമേ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ വീക്ക് ആൽക്കലിയൊക്കെ അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവരൊന്നും ആയിട്ട് ആൽക്കഹോൾ റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഇറ്റ് വിൽ റിയാക്ട് വിത്ത് വെരി സ്ട്രോങ് ബേസസ് ലൈക്ക് മെറ്റൽസ്. എന്നിട്ട് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷേ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല റീസൺ കൊടുത്തേക്കുന്നത്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ബോത്ത് A and R are true.
but R is not the correct explanation of A. Correct answer will be option 4 ആയിരിക്കും. Okay. 69th answer option 4. അടുത്തത് the correct sequence of electron gain enthalpy of the element listed below. ഇത് ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന കോമ്പിനേഷൻ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. കാരണം ഇപ്പം 3 ആൾക്കാർ BCD ഇവർക്കൊക്കെ ഒരു നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ് ഉള്ളത്. അതേസമയം ആർഗൺ ഉള്ളത് പോസിറ്റീവ് വാല്യൂ, ആർഗൺ ഈസ് എ നോബിൾ ഗ്യാസ് അല്ലെ, പോസിറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണുള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഇതേപോലെ സ്പെസിഫിക് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലൈക്ക് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവരുടെ ഡിഫറെൻറ്റ് സൈനിൽ തന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഇലക്ട്രോൺ അഫിനിറ്റി നമ്മളിവിടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഈ തന്നിരിക്കുന്നതിലുള്ളത് ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത്. പിന്നെ വരുന്നത് ബ്രോമിൻ ആയിരിക്കും, പിന്നെ വരുന്നത് സൾഫറിനായിരിക്കും, പിന്നെ വരുന്നത് ആർഗൺ ആയിരിക്കും. ഇത് ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡറാണ്. ദിസ് ഇസ് നോട്ട് ദ ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ദിസ് ഇസ് ദ ഓർഡർ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കുറവാണെങ്കിൽ അത് നമ്മൾ അതിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യണമെങ്കിൽ എനർജി റിക്വയറിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓർഡറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡറായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത്. കാരണം ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ഓർഡറായിട്ടാണ് ഞാൻ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇരിക്കുന്നത് ആർഗൺ ആയിരിക്കും അല്ലേ. ആർഗൺ ആയിരിക്കും പോസിറ്റീവ് വാല്യൂ ഇരിക്കുന്നത്, ഹയസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഇരിക്കുന്നത് ആർഗൺ ആയിരിക്കും. പിന്നെ സൾഫറിന്, പിന്നെ ബ്രോമിന്, പിന്നെ ഫ്ലൂറിൻ ആയിരിക്കും അല്ലേ. ഇവിടെ വന്ന ഓർഡർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആർഗൺ ഇറ്റ് ഇസ് എ ആണ്, പിന്നെ സൾഫർ ഇസ് ഡി, പിന്നെ ബി, ഏറ്റവും കുറവ് സി. എ ഗ്രേറ്റർ ദാൻ ഡി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് തോന്നുന്നു. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. നോക്കാം. ആദ്യത്തത് ദ ക്രോമേറ്റ് അയോൺ ഇസ് സ്ക്വയർ പ്ലാനാർ അല്ലേ. ക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CrO4 2- ആണ് അല്ലേ. CrO4 2-. അപ്പോൾ CrO4 2- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് CrO4 2- സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചർ ആയിരിക്കും, 2 നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെയൊക്കെ ഒരു പാർഷ്യൽ ബോണ്ട് ഉണ്ട് അല്ലേ. ഇതാണ് CrO4 2- ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സ്ക്വയർ പ്ലാനാർ അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ടെട്രാഹിഡൽ ആണ് CrO4 2-. അപ്പോൾ CrO4 2- is tetrahedral in shape. So that first statement, it is wrong അല്ലേ. the chromate ion is square planar, it is a wrong statement. അടുത്തത് dichromate are generally prepared from chromates, അതായത് Cr2O7 2-. is generally prepared from chromate എന്നാണ്. നമ്മൾ ഇതും NCERT-ൽ നമ്മൾ സോഡിയം ഡൈക്രോമേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷനിൽ പറഞ്ഞിരിക്കുന്ന റിയാക്ഷൻസ് ആണ്. നമ്മൾ ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഡൈക്രോമേറ്റ് കിട്ടുന്നത്. അപ്പോൾ ക്രോമേറ്റിൽ നിന്നാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. So this statement is actually correct. Dichromates are generally prepared from chromates is a correct statement. See, the green manganate ion is diamagnetic. Yeah, MnO4 2- ആണ് അല്ലേ. MnO4 2- ആണ് മാംഗനേറ്റ് അയോൺ. MnO4 2-. this is manganate ion. MnO4- is permanganate ആണ് അല്ലേ. അപ്പോൾ MnO4 2- നമുക്ക് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ X-8 is equal to -2 or X is equal to -2 + 8 which is equal to +6 അല്ലേ. മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3d5 4s2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി 3d1 ആയിരിക്കും അല്ലെ. 7 ഇലക്ട്രോൺ ഉള്ളതിന് 6 എണ്ണം പോയി കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ അവിടെ ബാക്കി ഇരിപ്പുണ്ടാവും. അപ്പോൾ ആ 1 ഇലക്ട്രോൺ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മാംഗനേറ്റ് അയോൺ ഒരിക്കലും എന്തായിരിക്കത്തില്ല? ഡയാമാഗ്നറ്റിക് ആയിരിക്കത്തില്ല. മാംഗനേറ്റ് അയോൺ വിൽ ബി
paramagnetic. So the green manganate ion is diamagnetic ennulla statement is incorrect. This is wrong because it is paramagnetic due to this one unpaired electron. അടുത്തത് dark green colored K2MnO4 disproportionates in a neutral or acidic medium to give permanganate അല്ലേ. അപ്പോൾ MnO4 2- ആണ്, അതാണ് K2 പൊട്ടാഷ്യം മാംഗനേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളേർഡ് കോമ്പൗണ്ട് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നിട്ടാണ് മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോയിട്ട് എന്തുണ്ടാവുന്നത്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ K2MnO4 ഉണ്ടാവുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. It is correct. The dark green colored potassium manganate disproportionates in a neutral or acidic medium to give permanganate is a correct statement. ഇനി നാലാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റിലത്തെ, with increasing oxidation number of transition metal, ionic character of the oxides decreases. ഇത് we can relate it to basically Fajan's rule അല്ലേ. നമുക്കറിയാം ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ട്രാൻസിഷൻ മെറ്റൽ, പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പോളറൈസിങ് പവർ കൂടും അല്ലേ. അതിൻ്റെ പോളറൈസിങ് പവർ കൂടും. പോളറൈസിങ് പവർ കൂടുമ്പം അത് നന്നായിട്ട് പോളറൈസ് ചെയ്യിക്കും ആനയോണിനെ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഷെയറിങ് കൂടും. അതുകൊണ്ട് തന്നെ കോവലൻ ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോവലൻ ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പം അയണിക് ക്യാരക്ടർ കുറയും അല്ലേ. അയണിക് ക്യാരക്ടർ ഓഫ് ദ ഓക്സൈഡ് ഡിക്രീസ്. സോ ദിസ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ബി, ഡി ആൻഡ് ഇ. ഓക്കെ, ബി, ഡി ആൻഡ് ഇ ഓൺലി. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, adsorption principle is used for which of the following purification methods? Obviously chromatography ആണ്. സോ ആൻസർ is ക്രോമറ്റോഗ്രാഫിയിലാണ് അഡ്സോർപ്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അടുത്തത്, integrated rate law equation for a first order gas phase reaction is given by where Pi is initial pressure and Pt is total pressure at time t. ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റിനിൽ നമുക്ക് റിയാക്ഷൻ തന്നിട്ടില്ല. ഇനി ആക്ച്വൽ ക്വസ്റ്റിനിൽ അത് റിയാക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്, എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റിയാക്ഷൻ്റെ സ്റ്റോയിഷ്യോമെട്രി പല രീതിയിലാവാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്, റിയാക്ഷൻ ആണ് ഉണ്ടായിരുന്നത്. എ ഗ്യാസ് ഗിവിങ് ബി ഗ്യാസ് പ്ലസ് സി ഗ്യാസ്. ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. NCERT ഉള്ളതാണ്, ഇത് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ എ ഗ്യാസ് ഗിവ്സ് ബി ഗ്യാസ് പ്ലസ് സി ഗ്യാസ് ആണ്. അപ്പോൾ നമ്മൾ ടൈം t = 0 റിയാക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെടുത്തുള്ളത് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഞാൻ ഇനീഷ്യൽ പ്രഷർ Pi ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. വേർ Pi ഈസ് ഇനീഷ്യൽ പ്രഷർ അല്ലേ. അപ്പോൾ ഇനീഷ്യലി നമ്മളെടുത്ത് ഈ എ എന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ Pi ആണ് അതിൻ്റെ ഇനീഷ്യൽ പ്രഷർ. ഇനി അറ്റ് ടൈം t = t, ഒരു പർട്ടിക്കുലർ ടൈം ടിയിൽ കുറച്ച് എ റിയാക്ട് ചെയ്യും. അപ്പോൾ എയുടെ പ്രഷർ എന്താവും, കുറയും അല്ലേ. എയുടെ പ്രഷർ കുറയും. അപ്പോൾ സേ ഐ എം ടേക്കിംഗ് എക്സ് ആസ് ദ ഡിക്രീസ് ഇൻ പ്രഷർ അല്ലേ. എക്സ് ആണ് അതിൽ ഡിക്രീസ് ഇൻ പ്രഷർ എന്ന് വെച്ചു. എക്സ് ഇസ് ഡിക്രീസിങ് പ്രഷർ. അപ്പോൾ റിയാക്ഷൻ്റെ സ്റ്റോയിഷ്യോമെട്രി വെച്ചിട്ട് ബിയുടെ പ്രഷർ കൂടും ബൈ എൻ എമൗണ്ട് എക്സ്, സിയുടെ പ്രഷർ ഓൾസോ വിൽ ഇൻക്രീസ് ബൈ എൻ എമൗണ്ട് എക്സ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്തുണ്ടാവുക, ടി എന്ന് പറഞ്ഞ ടൈമിൽ പ്രഷർ ഉണ്ടാവുന്നത്. സോ ബേസിക്കലി റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K is equal to 2.303 divided by T log ഇനീഷ്യൽ പ്രഷർ ആണ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് അറ്റ് ടൈം ടി. നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ എഴുതുമ്പോൾ ഇങ്ങനെ വരണം. പക്ഷേ ആ എക്സിൻ്റെ ടേമിലെല്ലാം നമുക്ക് അവിടെ കൊടുത്തേക്കണം. നമുക്ക് പി ടോട്ടൽ എന്ന് പറഞ്ഞ ഒരാളെ ഈ ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പി ടോട്ടൽ അറ്റ് ടൈം ടിയിലെ പി ടോട്ടൽ പി ടി എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പി ടി ഇസ് എ ടോട്ടൽ പ്രഷർ അറ്റ് ടൈം ടി. നമുക്കറിയാം ടൈം ടിയിൽ ആരൊക്കെയാണ് റിയാക്ഷൻ മിക്സറിലുള്ളത്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പാർഷ്യൽ പ്രഷറിൻ്റെ സം ആയിരിക്കും ആ സമയത്തുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞത് അല്ലേ. സോ Pi - x പ്ലസ് എക്സ് പ്ലസ് എക്സ്, ഇതാണ് ടോട്ടൽ പ്രഷർ പി ടി. ഒരു -x പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. സോ Pi പ്ലസ് എക്സ് എന്ന് വരും പി ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് ഒരു ഫോർമുല എഴുതാം അല്ലേ, പി ടി മൈനസ് പി ഐ എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ ടു പി ടി മൈനസ് പി ഐ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ഐ മൈനസ് എക്സിന് നമുക്ക് എന്ത് എഴുതാം, പി ഐ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ടി മൈനസ് പി ഐ എഴുതി കൂടെ. പി ഐ മൈനസ്, കാരണം
x is equal to pt minus pi. പിന്നെ നമുക്ക് എഴുതാം pi plus pi 2pi വരും മൈനസ് പി ടി 2pi മൈനസ് പി ടി എന്ന് വരും. അപ്പോൾ ഈ പി ഐ മൈനസ് എക്സിന് ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോർമുല ഫൈനൽ എക്സ്പ്രഷൻ ഇരിക്കുന്നത് കെ ഇസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് പി ഐ ഡിവൈഡഡ് ബൈ 2pi minus pt എന്ന് വരും അല്ലേ. pi divided by 2pi minus pt. So the correct answer is option 1. K is equal to 2.303 divided by t log pi divided by 2pi minus pt. ഇതാണ് ഇതിന്റെ correct answer. Another question, given below are two statements. One is labeled as again assertion reason based question ആണ്. assertion ആയിട്ട് തന്നേക്കുന്നത് pKa value of phenol is 10 while that of ethanol is 15.9. നമ്മൾ ആൽക്കഹോളിൻ എത്തനോളിൻ്റെയും ഫിനോളിൻ്റെയും അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്തതിന് വി നോ ദാറ്റ് ഫിനോൾ ഇസ് എ സ്ട്രോങ്ങർ ആസിഡ് ദാൻ ആൽക്കഹോൾ അല്ലേ. ഫിനോൾ ഇസ് എ സ്ട്രോങ്ങർ ആസിഡ് ദാൻ എത്തനോൾ. സ്ട്രോങ് ആസിഡ് ആകുമ്പോൾ pKa വാല്യൂ കുറവായിരിക്കും ആൻഡ് ദ pKa വാല്യൂ ഓഫ് ഫിനോൾ ഇസ് ആക്ച്വലി 10 ആൻഡ് pKa വാല്യൂ ഓഫ് എത്തനോൾ ഇസ് അറൌണ്ട് 16 or 15.9 നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. pKa വാല്യൂ ഓഫ് ഫിനോൾ ഇസ് 10 while that of ethanol is 15.9 is a correct statement. Reason വന്നിട്ട് ethanol is stronger acid than phenol എന്നാണ്. It is wrong statement. We know that phenol is stronger acid than ethanol. Ethanol is a weaker acid than phenol ആണ്. So assertion is correct, reason is incorrect. So A is true but R is false. So the correct answer is option 1. അടുത്തത് given below are two statements. Okay. നമുക്ക് ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. ബേസിക്കലി അതിൻ്റെ OH CH2 പിന്നെ 3 CH2 കൂടെ ഉണ്ട്. CH2 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 പിന്നെ ഒരു CH2 CO CH3 അല്ലേ. ഇതാണ് നമ്മുടെ മോളിക്യൂൾ തന്നേക്കണം. അതിൻ്റെ നെയിം ആണ് അല്ലേ. നമ്മൾ എവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. സോ 3 4 5 6 7 അല്ലേ, 7 കാർബൺ ഉണ്ട്. അപ്പോൾ റൂട്ട് വേർഡ് വരുന്നത് ഹെപ്റ്റൻ ആണ്. ഹെപ്റ്റാണ് റൂട്ട് വേർഡ്. പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് മാത്രം, സിംഗിൾ ട്രിപ്പിൾ ബോണ്ട് ഒന്നും ഇല്ല, എല്ലാം സിംഗിൾ ബോണ്ടാണ്. സോ ഹെപ്റ്റാൻ വരും അല്ലെ, ഹെപ്റ്റാൻ വരും. പിന്നെ മെയിൻ ആയിട്ടുള്ള സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എടുത്ത് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ കീറ്റോണിനാണ്. അതിൻ്റെ പൊസിഷൻ 2 ആണ് അല്ലേ. അപ്പോൾ ആ 2 പൊസിഷനിൽ ആരുണ്ട്? ഒരു ഓൺ ഉണ്ട് അല്ലേ. ഹെപ്റ്റാൻ 2 ഓൺ ആണ് ബേസിക്കലി ഇത്. ഇനി ഇതിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ദർ ഈസ് എ സബ്സ്റ്റിറ്റ്യൂൻ്റ് അറ്റ് 7th കാർബൺ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് അവിടെ കൊടുക്കണം അല്ലേ. 7th കാർബണിൽ ഇരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റ് ഹൈഡ്രോക്സി എന്നാണ് നമ്മൾ അതിനെ വിളിക്കാം. സോ ഇറ്റ് ഇസ് 7 ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2 ഓൺ. ഓക്കെ, 7 ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2 ഓൺ ആണ് അതിൻ്റെ IUPAC നെയിം. സോ ദിസ് ഇസ് കറക്റ്റ്. 7 hydroxy heptan 2 on. Statement 2 2 oxo heptan 7 all is the correct IUP. No. We have to give priority or preference for CO group. അതിൻ്റെ പേരിലാണ് നമ്മൾ ആ പേര് അവസാനിക്കേണ്ടത്. So statement 2 is wrong. So statement 1 is correct and statement 2 is incorrect. So the correct answer is option 1. Option 1 ആണ് ഇതിൻ്റെ correct answer. അടുത്ത question. The correct statement from the following are. Option A, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, the strength of anionic ligands can be explained by crystal field theory. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഡ്രോബാക്ക് പറയുമ്പം, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ബേസിക്കലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ് അല്ലേ. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള മെറ്റലും ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ് ബോണ്ട് എന്നാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത്. അപ്പോൾ അങ്ങനെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുകയാണെങ്കിൽ വി ഷുഡ് എക്സ്പെക്ട് ആനിയോണിക് ലിഗാൻഡ് ഷുഡ് ബി സ്ട്രോങ്ങർ ലിഗാൻഡ്സ് അല്ലേ. പക്ഷേ നമ്മൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനിയോണിക് ലിഗാൻഡ്സ് ഒക്കെ വരുന്നത് ലോവർ എൻഡ് ഓഫ് ദ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. അതിൻ്റെ റീസൺ ബേസിക്കലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദ സ്ട്രെങ്ത് ഓഫ് ആനിയോണിക് ലിഗാൻഡ്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് അല്ല, തെറ്റാണ്. അടുത്തത്, വാലൻസ് ബോണ്ട് തിയറി ഡസ് നോട്ട് ഗിവ് എ quantitative interpretation of kinetic stability of coordination compounds അല്ലേ. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ സ്റ്റെബിലിറ്റിയും ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്, ബേസ്ഡ് ഓൺ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഒക്കെ വെച്ചിട്ട്. വാലൻസ് ബോണ്ട് തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ വാലൻസ് ബോണ്ട് തിയറി ഡസ് നോട്ട് ഗിവ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൈനറ്റിക് സ്റ്റെബിലിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ചെയ്യുന്നത് ആക്ച്വലി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്.
See, the hybridization involved in formation of nickel CN4 2- complex is DsP2. അപ്പോൾ നിക്കലിൻ്റെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. നിക്കൽ 2+ ആണ്. നിക്കൽ 2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 ആണ് അല്ലേ. അപ്പോൾ 3d8 വരുന്ന നിക്കലിൻ്റെ ഇതാണ് 3d8. പക്ഷേ ഇനിയുള്ളത് CN- ആണ്. CN- ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. CN- സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഇവിടെ എന്ത് നടക്കും? പെയറിങ് നടക്കും അല്ലേ. പെയറിങ് നടക്കും. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഇവിടെ ഒരു D ഓർബിറ്റിൽ ഫ്രീ ആവും. പിന്നെ ഇവിടെയുള്ള ഇത് 3d 4s 4p ഈ 4 ഓർബിറ്റിലും കൂടെ DsP2 hybridization ആയിരിക്കും ഇവിടെ നടക്കുക. സോ നിക്കൽ ടെട്രാസയനൈഡ് കോംപ്ലക്സ് ഈസ് സ്ക്വയർ പ്ലാനാർ ആണ്. DsP2 hybridization ആണ്. സോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. C is a correct statement. അടുത്തത് D, the number of possible isomers of cis PtCl twice En2 2+ is1. നോക്കാം. നമുക്ക് പ്ലാറ്റിനത്തിൻ്റെ ഒരു ഹെക്സാ കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. സിസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഉള്ളത് എത്തിലീൻ ഡയമീൻ ആണ്. അപ്പോൾ അവിടെ എത്തിലീൻ ഡയമീൻ ഇരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. അപ്പോൾ ഈ സിസ് ഫോമിൻ്റെ പ്രത്യേകത, ദിസ് ഇസ് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലാത്തൊരു മോളിക്യൂളാണ്. സിസ് ട്രാൻസ് ആണെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവും. അതിനൊരു സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. അപ്പോൾ ഇതിന് ഡെക്സ്ട്രോയും ഉണ്ടാവും, ലീവോയും ഉണ്ടാവും. സോ അതിന് രണ്ട് ഇറ്റ് ഇസ് ദ മിറർ ഇമേജ് ഫോമും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എണ്ണം മാത്രമല്ല സിസ് ആയിട്ടുള്ള ഈ ഒരു കോംപ്ലക്സിന് 2 ഐസോമേഴ്സ് ഉണ്ടാവും, ഡെക്സ്ട്രോയും ഉണ്ടാവും, ലീവോയും ഉണ്ടാവും. സോ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ, ബിയും സിയും. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4, ബി സി ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ. The linear combination of atomic orbitals to form molecular orbitals takes place only when the combining atomic orbital. So linear combination of atomic or molecular orbital theory concept ആണ്. സെയിം എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യേണ്ടത്. സോ ഹാവ് ദ സെയിം എനർജി. കമ്പൈൻ ചെയ്യുന്ന ഓർബിറ്റലുകൾക്ക് സെയിം എനർജി ഉണ്ടാകുമ്പോഴായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റൽ, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പുതിയ ഓർബിറ്റൽ ഉണ്ടാകുന്നത്. സോ ഹാവ് ദ സെയിം എനർജി കറക്റ്റ് ആണ്. ഹാവ് ദ മിനിമം ഓവർലാപ്പ്. It should have maximum overlap അല്ലേ. ഹാവ് സെയിം സിമെട്രി അബൌട്ട് മോളിക്കുലാർ ആക്സിസ്. സിമെട്രി സെയിം ആയിരിക്കണം. നമ്മൾ PX എപ്പോഴും PXുമായിട്ടേ മോളിക്കുലാർ ഓർബിറ്റ് കമ്പൈൻ ചെയ്യുള്ളൂ. അതേപോലെ PY വിൽ ബി കമ്പൈനിങ് വിത്ത് PY. അപ്പോൾ സെയിം സിമെട്രി ഉള്ള ഓർബിറ്റിൽ ആയിരിക്കണം. ഹാവ് ഡിഫറെൻറ്റ് സിമെട്രി അബൌട്ട് മോളിക്കുലാർ ആക്സിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഇതിൽ നമുക്ക് എടുക്കേണ്ടത് കറക്റ്റ് ചൂസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. Correct answer will be A and C ആയിരിക്കും. Okay, A and C only. Okay, so 77ാമത്തെ question answer is option 2. അടുത്തത് ഒരു match the following ആണ്. Glucose, sodium bicarbonate, heat. Sodium bicarbonate is a base basically. Glucose, no, there won't be any reaction between glucose and sodium bicarbonate. So no reaction ആണ്. A will match with 2 അല്ലേ. അങ്ങനെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ 2 ആണ്. നമുക്ക് നോക്കാം അടുത്തത്. ഗ്ലൂക്കോസ് ആൻഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഗ്ലൂക്കോസിലെ ആ 2 ആൽഡിഹൈഡ്, മുകളിലിരിക്കുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പും COH ആവും, താഴെ ഇരിക്കുന്ന പ്രൈമറി ആൽക്കഹോളും COH ആവും. ദെൻ യു വിൽ ഗെറ്റ് സാക്രിക് ആസിഡ്. ഗ്ലൂക്കോസിന് നൈട്രിക് ആസിഡുമായിട്ട് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സാക്രിക് ആസിഡ്. ഗ്ലൂക്കോസ് HIN ഹീറ്റ് പ്രോഡക്റ്റ് ഇസ് ഒബ്വിയസ്ലി ഹെക്സെയിൻ അല്ലേ. N-hexane ആണ് പ്രോഡക്റ്റ് ആയിട്ട് വരിക. പിന്നെയുള്ള ഗ്ലൂക്കോസ്, ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടർ is a weak oxidizing agent. It will oxidize only that aldehyde group of glucose and from gluconic acid. Okay, gluconic acid. So A 2, B 4, C 3 and D 1. So correct answer is option 2. Okay, and answer option 2 ആയിരിക്കും. അടുത്തത് consider the oxides of group 14 elements SiO2, GeO2, SnO2, PbO2, carbon monoxide and GeO. The amphoteric oxides are. അപ്പോൾ ഇതിലെ amphoteric oxide എന്ന് പറഞ്ഞാൽ PbO2ഉം SnO2ഉം ആണ്. ഈ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അഗെയിൻ നമുക്കൊരു
match the following ആണ് distillation, fractional distillation, steam distillation, distillation under reduced pressure. For distillation, it is based on the difference in boiling point ആണ്. നല്ല maximum നല്ല boiling point നല്ല difference ഉണ്ടെങ്കിൽ you can separate them by fractional distillation, distillation, simple distillation വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 4 ആണ് അല്ലേ. ഡിസ്റ്റിലേഷൻ ക്ലോറോഫോം അനിലീൻ മിക്സറിന് വി ക്യാൻ സെപ്പറേറ്റ് ബൈ ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോൾ ഇതിലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത് വെരി ഈസി, ലൈക്ക് നമുക്ക് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 3 ആണ് സെപ്പറേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ ഫ്രാക്ഷൻ, ബിക്കോസ് അവരുടെ ബോയിലിംഗ് പോയിന്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നതായിരിക്കും. സോ അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ബിയുടെ കറക്റ്റ് വൺ 3 ആയിരിക്കും. സ്റ്റീം ഡിസ്റ്റിലേഷൻ അനിലീൻ വാട്ടർ മിക്സർ ആണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സോ C2 ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, സെപ്പറേഷൻ ഓഫ് ഗ്ലിസറോൾ ഫ്രം സ്പെൻലൈ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് കറക്റ്റ് മാച്ചിങ്. A4, B3, C2, D1. സോ 80ാമത്തെ ആൻസർ ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, മോളാർ mass of the salt from sodium bromide, NaNO3, Ki and CaF2 which does not evolve colored vapors on heating with concentrated H2SO4. അപ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 പ്രത്യേകത ഇതിന് എല്ലാവരെയും ബ്രോമിന് Br- ഓക്സിഡൈസ് ചെയ്ത് ബ്രോമിൻ ആക്കാം. NaNO3 it will produce oxide of nitrogen gas. Then potassium iodide also will produce colored fumes അല്ലെ, colored vapors produce ചെയ്യും. പക്ഷേ ഇതിൽ H2SO4ന് ഓക്സിഡൈസ് ചെയ്യിക്കാൻ പറ്റാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് F-നെയാണ്. സോ കാൽഷ്യം ഫ്ലൂറൈഡ് won't react with H2SO4. അപ്പോൾ ഇതിലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആളല്ലേ, നമ്മൾ നോക്കുന്ന ആൾ കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്, CaF2 ആണ്. CaF2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ മോളാർ മാസ് ആണ് അല്ലേ, മോളാർ മാസ് ഓഫ് ദ സോൾട്ട് ആണ്. അപ്പോൾ കാൽഷ്യം ഫ്ലൂറൈഡിൽ ഇതിൻ്റെ മോളാർ മാസ് വരിക, കാൽഷ്യത്തിൻ്റെത് 40 ആണ്. പ്ലസ് നമുക്ക് അറ്റോമിക് മാസ് മോളാർ മാസ് തന്നിട്ടുണ്ട്, കാൽഷ്യത്തിൻ്റെത് നമ്മളുടെ അടുത്ത് 40 എടുക്കാൻ പറഞ്ഞിട്ട്. ഫ്ലൂറിൻ്റെത് ഇറ്റ് ഇസ് ഗിവൺ ആസ് 19 ആണ് അല്ലേ, ഫ്ലൂറിൻ്റെ 19 ആണ്. അപ്പോൾ 2 ഫ്ലൂറിൻ ഉണ്ടെങ്കിൽ 38 വരും. സോ 78 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ, 78 gram per mole. അടുത്തത്, ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഫോർ NiNH3 6 times 2+. അപ്പോൾ NiNH3 6 times 2+ൽ Ni 2+ ആണ് അല്ലേ, നിക്കൽ 2+ ആണ്. അപ്പം നിക്കൽ 2+, 3D8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, 3D8. അപ്പോൾ 3D8 എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകതയാണ്. അതിൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഹയർ എന്താ പറയുക, സ്പ്ലിറ്റിംഗ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും വീക്ക് ഫീൽഡ് ആണെങ്കിലും ഒക്കെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ മാത്രമേ ഇലക്ട്രോണിനെ രണ്ട് കേസിലാണെങ്കിലും ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ലൈക്ക് ദിസ് അല്ലേ. അത് സ്ട്രോങ് ഫീൽഡ് ആണെങ്കിലും വീക്ക് ഫീൽഡ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും, കാരണം അതിൽ 2 ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന പോസിബിലിറ്റി ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് D8 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും, 2 ആണ് അല്ലേ, N = 2. അപ്പോൾ N 2 ആണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫോർമുല ഈസ് √N × N+2 ബോർ മാഗ്നറ്റോൺ എന്നാണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 വിച്ച് ഈസ് ഈക്വൽ ടു √8 അല്ലേ, √8 ബോർ മാഗ്നറ്റോൺ ആണ്. So √8 value is 2.82 ബോർ മാഗ്നറ്റോൺ ആണ്. നമുക്കത് 10⁻⁻1 എന്നുള്ളൊരു ഫോർമുല എഴുതണം. സോ 28.2 × 10⁻⁻1 ബോർ മാഗ്നറ്റോൺ ആണ് അല്ലേ, 28.2 × 10⁻⁻1 ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിജർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇൻഡിജർ ക്വസ്റ്റൻ ആകുമ്പോൾ നമുക്ക് ആ 2നെ ഒക്കെ അങ്ങ് കളയാം. സോ ആൻസർ ഇറ്റ് ഇസ് 28 ആണ് ക്വസ്റ്റൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റൻ, ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് P. ദ നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദ പ്രോഡക്റ്റ് P is. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഒരു, ഇത് ഇച്ചിരി നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. CHOOH തെറ്റിക്കരുത്, കാരണം ഇവിടെ നമ്മൾ CHOനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ബിക്കോസ് ദിസ് മോളിക്യൂൾ ഹാവ് ആൻ അസിഡിക് ഹൈഡ്രോജൻ. ഫിനോളിൽ ദർ ഇസ് ആൻ അസിഡിക് ഹൈഡ്രോജൻ ഉണ്ട്. സോ ഇഫ് ദർ ഇസ് ആൻ അസിഡിക് ഹൈഡ്രോജൻ and if you're reacting with one equivalent of Grignard reagent, that Grignard reagent will always pick this hydrogen
അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജനെയാണ് എടുക്കുക. അപ്പം നമ്മൾ ഈ ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വിവലൻ്റ് ആണെങ്കിൽ ഈ ഫിനൈൽ ഗ്രൂപ്പ് ഇവിടുത്തെ H+നെ എടുക്കും, എന്നിട്ട് ബെൻസീനായിട്ട് മാറും. എന്നിട്ടത് ബെൻസീനായിട്ടാണ് മാറുക. എന്നിട്ട് ഈ MgBr ഇവിടെ വരും. സോറി, OMGBr അവിടെ വരും. പിന്നെ അക്വസ് അമോണിയം ക്ലോറൈഡ് ആണ്. അക്വസ് അമോണിയം ക്ലോറൈഡ് വരും. ഇതിൽ റിയാക്ട് ചെയ്യാൻ പോകുന്ന ആൾ ഇതായിരിക്കും. അപ്പോൾ ഇത് ഹൈഡ്രോളിസിസ് നടക്കും അല്ലേ. എന്നിട്ട് നമുക്ക് വീണ്ടും ആരെ തന്നെ കിട്ടും? ഫിനോൾ വരും. ഫിനോൾ വരും. അപ്പോൾ ഇതിലെ പ്രൊഡക്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഇസ് ദിസ് വൺ അല്ലേ. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ബെൻസീൻ ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. നമുക്ക് ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദ പ്രോഡക്റ്റ് P ആണ്. സോ ഇതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒന്നുമില്ല. സോ ആൻസർ ഇസ് 0 ആയിരിക്കും ക്വസ്റ്റൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് the number of species from the following in which the central atom uses sp3 hybridized orbital in its bonding s. അപ്പോൾ ഇതിൽ sp3 hybrid orbital ഉപയോഗിക്കുന്ന ammonia, yes, ammonia, it is sp3 hybrid orbital with pyramidal shape. SO2 is sp2 hybridization with bend shape. SiO2 solid SiO2 is basically it is sp3 hybridized with tetrahedral geometry around silicon. Beryllium chloride, it is sp2, sorry, it is linear sp ആണ് beryllium chloride in hybridization. Then carbon dioxide, it is sp again linear. H2O, it is sp3 with bend shape. CH4 is sp3 tetrahedral shape. Then BF3 is sp2 with trigonal planar geometry. So the correct answer is 4. ഇവിടെ 4 പേർക്കാണ് sp3 hybridization ഉള്ളത്. അടുത്ത question. CH3 CH2Br, you are reacting with NaOH, but under different condition. One is like ethanolic NaOH, one is aqueous NaOH. അപ്പോൾ ethanolic NaOH product A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an alkyl halide on reacting with alcoholic NaOH അല്ലേ. അവിടെ നടക്കുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. It is dehydrohalogenation ആണ് നടക്കുക, because it is an ethanolic NaOH, very strong base. അപ്പോൾ ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 അവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഈഥീൻ ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഇനിയുള്ളത് പ്രോഡക്റ്റ് B. പ്രോഡക്റ്റ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ റിയാക്ടിങ് വിത്ത് അക്വസ് NaOH, അത്രേ ഉള്ളൂ. അപ്പോൾ അക്വസ് NaOH ആകുമ്പം ഇറ്റ് ഈസ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 OH എന്ന് വരും. അപ്പോൾ ഇതാണ് എയും ബിയും. ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റംസ് ഇൻ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. പ്രോഡക്റ്റ് എയിലുള്ള ഹൈഡ്രോജൻ ആറ്റത്തിൻ്റെ എണ്ണം 4 ആണ്. 4 ഹൈഡ്രോജൻ ആറ്റം. ഇവിടെ 3 2 5 1 6 ഹൈഡ്രോജൻ ആറ്റംസ് ആണ്. അപ്പോൾ ടോട്ടൽ 10 ഹൈഡ്രോജൻ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻഡിജർ ക്വസ്റ്റൻ ആണ്. സോ ആൻസർ ഇസ് 10. അടുത്തത് ദ നമ്പർ ഓഫ് ആൽക്കെയിൻസ് ഒബ്റ്റൈൻഡ് ഓൺ ഇലക്ട്രോളിസിസ് ഓഫ് എ മിക്സ്ചർ ഓഫ് CH3COONA and C2H5COONA. അപ്പോൾ മിക്സ്ചർ ആണ്, ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റ് അല്ല നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ സോഡിയം അസറ്റേറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ ബേസിക്കലി ഇവർ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആണ് നടക്കുക. ഇവിടെ നമുക്ക് CH3 റാഡിക്കൽ ആയിരിക്കും ഉണ്ടാവുക. സോ ദിസ് വിൽ ഗിവ് CH3 റാഡിക്കൽ. ഇത് CH3 റാഡിക്കൽ തരും. ഇനി ഇത് തന്നേക്കുന്നത് സോഡിയം പ്രൊപ്യൂണേറ്റ് ആണ്. സോഡിയം പ്രൊപ്യൂണേറ്റ്, ഇത് സോഡിയം എത്തനോയിഡ്. ഇവിടെ പ്രൊപ്പണേറ്റിൽ നമുക്കറിയാം ഈ ഡീകാർബോക്സിലേഷൻ CO2 പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇഥൈൽ ഫ്രീ റാഡിക്കൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനിയുള്ളത് ഇവരുടെ കോമ്പിനേഷൻ ആണ്. ഇവർ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആൽക്കെയിൻ തരും. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിക്സ്ചർ ഓഫ് ഫ്രീ റാഡിക്കൽസ് ആണ് ഉണ്ടാവുന്നത്. CH3 കമ്പൈൻ ചെയ്യാം അല്ലേ. 2 CH3 റാഡിക്കൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈഥെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ഇനി 2 ഈഥൈൽ റാഡിക്കൽ ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ പ്രൊഡക്റ്റ് ആയിട്ട് വരും. ഇനി ഒരു ഈഥൈൽ റാഡിക്കലും ഒരു മീഥൈൽ റാഡിക്കലും ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് CH3 CH2 CH3 ആസ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ 3 ആൽക്കെയിൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വിൽ ബി 3. 3 ആൽക്കെയിൻ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അടുത്തത് consider the following reaction at 298 Kelvin. 3/2 O2 gives
O3 gas Kp തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ G0 ഫോർ ദ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സാക്ട് ക്വസ്റ്റ്യൻ എന്നല്ല, കാരണം ഇതിന് ഇച്ചിരി കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാൽക്കുലേഷൻസ് എങ്ങനെ വേറെ ഡാറ്റ ഒന്നും തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ഡു ദ കാൽക്കുലേഷൻ അല്ലേ. കാരണം ദ ഫോർമുല ഇസ് ഡെൽറ്റ G0 is equal to minus 2.303 RT log Kp അല്ലേ. This is the formula. Delta G0 is equal to minus 2.303 RT log. ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we know this formula. Delta G is equal to delta G0 plus RT ln Q. നമുക്ക് ഈ ഒരു ഫോർമുല അറിയാം. ഇനി അറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ G is equal to 0 and Q is equal to K. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ നമ്മൾ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 is equal to ഡെൽറ്റ G0 plus RT ln Q. സോറി, Qക്ക് പകരം നമുക്ക് K എഴുതാം അല്ലേ. K എഴുതാം. സോ ഡെൽറ്റ G0 is equal to minus RT ln K or ഡെൽറ്റ G0 നമ്മൾ അതിനെ മാറ്റുന്ന സമയത്ത് minus 2.303 RT log K എന്നത്. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ minus 2.303 into 8.314 R into 8.314 എടുക്കണം. ടെമ്പറേച്ചർ is 298. ഇതും കൂടെ എഴുതണം 298 and log 2.47 into 10 raised to minus 29 അല്ലേ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലോഗ് 2.47ൻ്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കണം. യു ആർ നോട്ട് സപ്പോസ് ടു ബൈ ഹാർട്ട് ദോസ് വാല്യൂസ് അല്ലേ, തന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇതിൻ്റെ ഫൈനലി വരുന്നത് ഇറ്റ് ഇസ് 163 ആണ്. ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരും 163. മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും ബിക്കോസ് ദർ ഇസ് എ 10 raised to minus 29 ദർ. അപ്പോൾ ആ മൈനസ് വരുന്ന സമയത്ത് മൈനസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് 163 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം ഇൻ കിലോജൂൾ പെർ മോൾ കണ്ടുപിടിക്കണം. അതാണ് കണ്ടുപിടിക്കണം കിലോജൂൾ പെർ മോളിൽ. ഇഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 242 നാനോമീറ്റർ ഈസ് ജസ്റ്റ് സഫീഷ്യൻറ്റ് ടു അയണൈസ് സോഡിയം ആറ്റം എസ്. അപ്പോൾ നമുക്ക് സോഡിയം ആറ്റത്തിന് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത്, നമ്മളൊരു ഫോട്ടോൺ ഉപയോഗിക്കുന്നത് 242 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഒരു ഫോട്ടോൺ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഫോട്ടോൺ ഉപയോഗിക്കുന്ന ആ ഒരു ഫോട്ടോണിന് എനർജി, ആ ഒരു ഫോട്ടോൺ വെച്ചിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിനെയാണ് ഒരു സോഡിയം ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും അല്ലെ, അയണൈസ് ചെയ്യിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ എനർജി എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈസ് ഈക്വൽ ടു hc/λ എന്നാലും നമുക്ക് ജൂൾസിൽ കിട്ടുള്ളൂ. അപ്പോൾ 6.6 ഇൻറ്റു 10 raised to minus 34 ഇൻറ്റു c is 3 ഇൻറ്റു 10 raised to 8 meter per second. Lambda is 242 into 10 raised to minus 9 meter അല്ലേ. അത്രയും ജൂൾസ് ആണ് ഒരു ഫോട്ടോണിൻ്റെ എനർജി. അപ്പോൾ ഈ ഒരു ഫോട്ടോൺ ഉപയോഗിച്ച് നമുക്ക് ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പക്ഷേ കണ്ടുപിടിക്കുന്നത് കിലോ ജൂൾ പെർ മോൾ ആണ്. ഒരു മോളിൽ ചെയ്യണമെങ്കിൽ ഇത് ഒരു ഇലക്ട്രോണിനെ, ഒരു സോഡിയം ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാനുള്ള എനർജിയാണ്. അപ്പോൾ ഒരു പെർ മോൾ ചെയ്യുമ്പോൾ നമ്മൾ 6.023 10⁻23 ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് അത്രയും ഫോട്ടോൺ വേണം. അപ്പോൾ അതിനുള്ള ടോട്ടൽ എനർജി എന്തായിരിക്കും? സോ ഫോർ 1 മോൾ ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10 raised to minus 34 into 3 into 10 raised to 8 divided by 242 into 10 raised to minus 9 into, this is for one sodium atom, into 6.023 into 10 raised to 23 അല്ലേ. ഇത് ചെയ്യണം. സോ ഇത് ചെയ്യുമ്പോഴുള്ള വാല്യൂ വരുന്നത് 10 raised to minus 34 and 23, it is minus 11, minus 11, minus 9, minus 2, so it is 10 raised to 6 joules. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഇതായിട്ട് ഒരു 3 എണ്ണം അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ 492.79 ഞാൻ 8 ആക്കുന്നു. 492.8 ഇൻറ്റു 10 raised to 3 ജൂൾസ് എന്ന് വരും. അല്ലെങ്കിൽ 492.8
10⁻³ ജൂൾ നമുക്ക് കിലോ ജൂൾ എന്ന് എഴുതാം. 492.8 കിലോ ജൂൾ ആണ് കിട്ടുന്നത്. റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 493 അല്ലേ, 493 കിട്ടും. ഇതാണ് ഈ ഒരു വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ, ഫൈനൽ ആൻസർ. ഇനി ഈ ക്വസ്റ്റനിൽ ശരിക്കും എച്ചിൻ്റെ വാല്യൂ ഇത്ര എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇനി HCയുടെ വാല്യൂ 1240 എടുത്തിട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. മെൻഷൻ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ന വാല്യൂ എടുക്കണമെന്നൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഏത് വാല്യൂ ആണോ നമുക്ക് തന്നേക്കണത് അതെടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസർ അതായിരിക്കും ആൻസർ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ഫൈനൽ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് 493 ആണ്. 493 കിലോ ജൂൾ ആണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡെസിമലിൽ ചില വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് 494 അല്ലെങ്കിൽ 492 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് തന്നേക്കുന്ന ക്വസ്റ്റനിൽ ഇൻഫർമേഷൻ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 Faraday of electricity liberates x into 10⁻⁻1 gram atoms of copper from copper sulfate excess. അപ്പോൾ നമുക്ക് ഗ്രാം ആറ്റം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രാം ആറ്റം ഇവിടെ കണ്ടുപിടിക്കുന്നത് ഗ്രാം ആറ്റം ആണ്. സോ ദാറ്റ് ഇസ് സെയിം ആസ് മോൾ അല്ലേ, മോളാണ്. നോക്കാം. അപ്പോൾ നമുക്ക് എത്ര മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ. കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗിവ്സ് കോപ്പർ. ഇങ്ങനെയാണ് ഇതിൻ്റെ റിഡക്ഷൻ. അപ്പോൾ ഈ ഒരു റിഡക്ഷൻ റിയാക്ഷൻ പ്രകാരം 2 Faraday of electricity will deposit 1 mole of copper അല്ലേ. 2 Faraday of electricity deposit 1 mole of copper. So 2 Faraday deposit 1 mole. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് 1 Faraday of electricity പാസ് ചെയ്യുമ്പോൾ എത്ര ലിബറേറ്റ് ചെയ്യുന്നതാണ്. സോ 1 Faraday ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 മോൾ അല്ലെങ്കിൽ 1/2 ഗ്രാം ആറ്റം ആണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 മോൾ. സോ 0.5 മോളിനെ നമുക്ക് 5 × 10⁻⁻1 മോൾ എന്ന് എഴുതാം അല്ലേ. സോ ഇതിൻ്റെ ആൻസർ ഇസ് 5 ആയിരിക്കും ഈ ക്വസ്റ്റൻ്റെ ആൻസർ. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഇസ് ഗ്രാം ആറ്റം എന്നാണ്, ഇറ്റ് ഇസ് നോട്ട് വെയിറ്റ് അല്ല തന്നേക്കുന്നത്, ഗ്രാം ആറ്റം എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ 0.5 മോൾസ് ആണ് അല്ലെങ്കിൽ 5 × 10⁻⁻1 മോൾസ് ആണ് ഇത് ലിബറേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് 5. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ്, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.